നിരന്തരം നടക്കുന്ന ഈ ആക്രമണ സംഭവങ്ങൾ പിടിച്ചുകെട്ടാത്ത പോലീസിന്റെ അഴിഞ്ഞാട്ടം കൊണ്ടാണെന്ന് പറഞ്ഞു വെക്കുകയാണ് രമേശ് ചെന്നിത്തല. വർഗീയ ശക്തികൾക്ക് ഒത്താശ പാടുകയും ഗുണ്ടകളുടെ ബർത്ത്ഡേ പാർട്ടിയിൽ വരെ പങ്കെടുക്കുകയും ചെയ്യുന്ന പോലീസിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് സഭയിൽ ചോദിക്കുകയാണ്. കൂടാതെ കഴിഞ്ഞ തവണ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് ചെന്നിത്തല വിളിച്ചപ്പോൾ അതിന് മുഖ്യമന്ത്രി ക്ഷോഭിച്ചതാണ്. എന്നാൽ അതിന് മറുപടി എന്നോണമാണ് ഇത്തവണയും അതേ വിളി ചെന്നിത്തല ആവർത്തിച്ചത്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ശ്രീ രമേശ് ചെന്നിത്തല, അങ്ങേക്ക് 10 മിനിറ്റ്. സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. സാർ, സംസ്ഥാനത്ത് ഒരു ഭരണമില്ലാത്ത അവസ്ഥയാണ്. സാർ, ഇത്രയും നിറംകെട്ട ഒരു ധനകാര്യ വകുപ്പും അതിന്റെ പ്രവർത്തനവും ഞങ്ങൾ ആദ്യമായിട്ടാണ് സാർ കാണുന്നത്. സാർ, IAS ഉദ്യോഗസ്ഥന്മാർ മതാധിഷ്ഠിതമായ വാട്സാപ്പുകൾ ഉണ്ടാക്കുന്നു. മറ്റൊരു IAS ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് അയക്കുന്നു. പോലീസ് തലപ്പത്തുള്ള IPS ഉദ്യോഗസ്ഥൻ RSS മേധാവിയെ കണ്ട് ഉപദേശം തേടുന്നു. സർ, IPS തലങ്ങളിൽ ചേരിപ്പോര് രൂക്ഷമാകുന്നു. IAS ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര സർവീസിലേക്ക് ചേക്കേറാൻ കാത്തു നിൽക്കുന്നു. സർ, സിവിൽ സർവീസ് ബോർഡിന്റെ ഉത്തരവുകളോ ശുപാർശകളോ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാറ്റിൽ പോയി മുഖ്യമന്ത്രിയുടെ ട്രാൻസ്ഫർ ഓർഡറിന് സ്റ്റേ വാങ്ങിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാർ. സർ, ഇന്നത്തെ പത്രം ഒന്ന് വായിക്കണം. നടക്കുന്നില്ല ഒന്നും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞതാണ്, ഞാൻ പറയുന്ന തീരുമാനങ്ങൾ പോലും കേരളത്തിൽ നടപ്പാകുന്നില്ല. സർ, തന്റെ രോഗ തീരുമാനങ്ങൾ പോലും നടപ്പാകുന്നില്ല. സാർ, മോന്തായം വളഞ്ഞാൽ കഴുക്കോലും വളയും. സാർ, സംസ്ഥാനത്ത് സർക്കാരിന്റെ ജീർണത ഉദ്യോഗസ്ഥന്മാരിലേക്കും പടർന്നു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. സാർ, ലഹരി മാഫിയ ഗുണ്ടകൾ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ താറുമാറാക്കിയിരിക്കുന്നു. പ്രതികൾക്ക് കണ്ണുമടച്ച് ജാമ്യം കൊടുക്കുന്ന ന്യായാധിപന്മാർ, ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും സംരക്ഷണം നൽകുന്ന സർക്കാർ ഈ നാടിനെ അരാജകത്വത്തിലേക്ക് എത്തിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടിനെ ചെകുത്താന്റെ നാടായി മാറ്റാൻ ഈ ഭരണകൂടം ശ്രമിക്കുകയാണ്. സർ, കൊടും ക്രിമിനലുകൾക്ക് വേഗതയിൽ പരോൾ, ജാമ്യം, പോലീസ് പ്രോസിക്യൂഷൻ തുടങ്ങിയവ ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ക്രിമിനലുകൾ നാട്ടിൽ വിലസുന്ന ഒരു സുവർണ കാലഘട്ടം. നെന്മാറയിലെ കൊലപാതകം, ഭാസ്കരക്കാരനവരുടെ കൊലക്കേസ് പ്രതിയെ ജയിലിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ. സർ, വാട്സാപ്പ് മെസ്സേജുകൾ. ഇന്ന് ക്രമസമാധാന കേരളത്തിലെ ക്രമസമാധാനം പരിപൂർണമായി തകർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് സാർ ഇതെല്ലാം. സാർ, ജനമൈത്രി പോലീസ് ആരംഭിച്ചത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. ഞങ്ങളുടെ കാലത്ത് ആ ജനമൈത്രി പോലീസിനെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ജനമൈത്രി പോലീസ് ഇല്ലാതാക്കി. ജനമൈത്രി പോലീസിനെ ജനവിരുദ്ധ പോലീസാക്കി മാറ്റാനാണ് ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് ശ്രമിച്ചത് എന്നുള്ളതാണ് സത്യം. സാർ, ഇന്ന് പോലീസിൽ 2 തരം നയമാണ്. CPM-കാരാണെങ്കിൽ ഒരു നയം, മറ്റുള്ളവരാണെങ്കിൽ വേറൊരു നയം. സർ, വഞ്ചിയൂരിൽ CPM-ന്റെ സമ്മേളനത്തിന് വേണ്ടി റോഡ് അടച്ച് സ്റ്റേജ് കെട്ടി യോഗം നടത്തിയാൽ പോലീസ് ഒന്നും ചെയ്യില്ല. പാവപ്പെട്ട ആശാ വർക്കർമാർ അവിടെ പെരുമഴ വന്നപ്പോൾ ടാർപോളിൻ കെട്ടിയപ്പോൾ അപ്പോഴത് പുറത്താക്കി, അപ്പോഴത് അഴിച്ചു മാറ്റി. എന്ത് നിയമമാണ് സാർ ഇവിടെ? സാർ, പോലീസിനെ പരിപൂർണമായി രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയല്ലേ? സാർ, വയനാട്ടിലെ ജില്ലാ സെക്രട്ടറി പരസ്യമായി മൈക്കിലൂടെ പറഞ്ഞു, ഈ CIയെ നാളെ ഇവിടുന്ന് മാറ്റുമെന്ന് പരസ്യമായി യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. അടുത്ത ദിവസം അദ്ദേഹത്തെ ഇടുക്കിയിലേക്കാണ് സാർ മാറ്റിയത്. സാർ, കൊല, പീഡനങ്ങൾ, പിടിച്ചുപറി ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല സാർ. ഒരു മാസം കഴിഞ്ഞ് 70 കൊലപാതകമാണ് സാർ കേരളത്തിൽ നടന്നത്. 70 പേരുടെ കൊന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഒരു മാസത്തിനുള്ളിൽ. പോലീസും ഭരണ സംവിധാനവും നിഷ്ക്രിയമാണ്. വർഗീയ ശക്തികൾ അഴിഞ്ഞാടുന്നില്ല എന്ന് KT ജലീൽ പറഞ്ഞല്ലോ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ചെറുമകൻ കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകരയിൽ RSSകാർ മണിക്കൂറുകൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. എന്തുണ്ടായി സാർ? സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് RSSകാരായ പ്രതികളെ നിങ്ങൾ പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്.
സാർ, പത്തനംതിട്ടയിൽ വിവാഹ സർക്കാരത്തിൽ പങ്കെടുത്ത സംഘത്തിന് നേരെ പോലീസ് നടത്തിയ നിന്ദവും ക്രൂരവുമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ? തൃശൂരിൽ തളിക്കുള സ്വദേശി 16-കാരന് ക്രൂരമായ ലോക്കപ്പ് മർദ്ദനമേറ്റു. അമ്പലവേട് പോലീസ് SC/ST-യിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചു. അങ്ങനെ കുണ്ട്രയിൽ സൈനികൻ തോംസൺ മരിക്കാനിടയായത് പോലീസിന്റെ ക്രൂരമായ മർദ്ദനം കൊണ്ടാണ്. സാർ, പറയാനാണെങ്കിൽ ധാരാളം ഇൻസ്റ്റൻസസുകൾ എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. സാർ, ഇതെല്ലാം പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന തെറ്റുകളാണ്. കേരള പോലീസ്, ഞാൻ ആവർത്തിക്കുന്നു, ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസാണ്. പക്ഷേ നിങ്ങൾ ആ പോലീസിലെ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ മൂലക്കിരുത്തുന്നു. ഏറാൻ മൂളികളെയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും നിങ്ങൾ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ ക്രമസമാധാന നില തകരുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാർ, 8 കൊല്ലത്തിനകം 130 പോലീസുകാരോട് ആത്മഹത്യ ചെയ്തു. സമ്മർദ്ദം കാരണമാണ്. പറയുന്നത് ചെയ്യാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നവരാണ്. രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ രാജിവെച്ചു പോയവരെ ഈ പോലീസിലുണ്ടെന്നുള്ളതാണ് സാർ സത്യം. സാർ, ഇതാണോ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലീസ് സംവിധാനം? കേരളം ഭരിക്കുന്ന ഞങ്ങളാണെന്നും കളിച്ചാൽ തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാകുകയില്ല എന്ന് CPM ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി. അങ്ങയുടെ നിയോജക മണ്ഡലമാണ്, ഉത്സവത്തിന് നടന്ന സംഭവമാണ്. ആ പറഞ്ഞ നടപടി അക്ഷരം പ്രതി പാലിച്ചു സാർ. ആ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മണിക്കൂറുകൾക്കകം തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റുകയുണ്ടായി. സാർ, ഇതാണോ പോലീസ് നയം? ഇതാണോ പോലീസ് നയം? FIR-ൽ എഴുതി വെച്ച വാചകമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇവിടെ ഇതാണോ സാർ പോലീസ് നയം? ആന്റണി രാജു ഇവിടെ പറഞ്ഞു, നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി കണ്ടത് ഞങ്ങൾ വിമർശിച്ചുവെന്നും. കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരെ ഇതിനു മുമ്പും കേന്ദ്രത്തിലെ മന്ത്രിമാരും വലിയ വലിയ സീനിയർ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് കാണാറുണ്ട്. അതൊക്കെ ഔദ്യോഗികമായ നടപടിയാണ്. സാർ, ഞങ്ങൾ വിമർശിച്ചത് എന്താണ്? PRDയുടെ ഇത് ഞാനൊന്ന് വായിക്കാം. കേന്ദ്ര ധനവകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ കേരള ഹൌസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ് കൂടിക്കാഴ്ച നടത്തി. ബുധനാഴ്ച രാവിലെ 9:30 അനൌദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണം കഴിച്ചാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത്. സാർ, എന്ത് അനൌദ്യോഗിക സന്ദർശനമാണ് സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയോട് നടത്തിയതെന്ന് നമുക്കറിയണ്ടേ? അത് ഗവർണറുടെ സാന്നിധ്യത്തിൽ. ഗവർണർ നല്ല മനുഷ്യരാണ്, പക്ഷെ ഗവർണർക്കൊരു രാഷ്ട്രീയമുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും ഗവർണർമാർ എപ്പോഴും ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, നിങ്ങൾ പറയണം, എന്താണ് നിങ്ങൾ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് എന്ത് ചർച്ച ചെയ്തു? PRDയുടെ ഈ പത്രക്കുറിപ്പിൽ അതില്ല. PRDയുടെ പത്രക്കുറിപ്പിൽ നിങ്ങളിത് പറയുന്നില്ല. ധനകാര്യ വകുപ്പിന്റെയും കോർപ്പറേറ്റ് അഫയേഴ്സിന്റെയും മന്ത്രിയായ നിർമ്മല സീതാരാമനുമായി നിങ്ങൾ എന്ത് അനൌദ്യോഗിക ചർച്ചയാണ് നടത്തിയത്? അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല സാർ, ഞങ്ങൾക്കൊക്കെ ഞാൻ പാർലമെന്റ് അംഗമായിരുന്ന ഒരാളാണ്. ഞങ്ങൾ പണ്ട് AK ആന്റണിയും K കരുണാകരനും മന്ത്രിമാരായിരുന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലെ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരായപ്പോഴാണ് അവർ വന്ന് കാണുന്നത്. ഇത് BJPയിലെ 3ാം സ്ഥാനത്ത് വഹിക്കുന്ന ധനകാര്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അവിടെ വന്ന് കാണണമെങ്കിൽ അതും അനൌദ്യോഗിക സന്ദർശനം നടത്തുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണുന്നതിൽ എന്താണ് സാർ തെറ്റ്? അതിനകത്ത് കേരളത്തിന്റെ ഗവർണർ ഒരു പാലമായി പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ തെറ്റ് പറയാൻ കഴിയുമോ? ഇന്ത്യയിലെ ഗവർണർമാർ ഇന്ന് കളിക്കുന്ന രാഷ്ട്രീയം ചെറുതല്ല സാർ. ഇന്ന് രാജ്ഭവന് മുമ്പിൽ സത്യാഗ്രഹമുണ്ട്, CPM-ന്റെയാണ്. ആ സത്യാഗ്രഹം കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടാണ്. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ എന്നെങ്കിലും ഒരു കാലത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ ആഭ്യന്തരമന്ത്രിക്കെതിരെയോ അങ്ങ് ഒരൊറ്റ അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? അങ്ങ് വിമർശിച്ചിട്ടുണ്ടോ? അവരുടെ നയങ്ങളെ നിങ്ങൾ വിമർശിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അങ്ങക്ക് കൂടുതൽ സൗകര്യമായി. പ്രകാശ് കാരാട്ട് 2016 പറഞ്ഞ BJPയും RSSും ഫാസിസ്റ്റ് അല്ല എന്ന് 2016 തൊട്ട് എഴുതുന്ന
പ്രകാശ് കാരാട്ടിന്റെ ലൈൻ അങ്ങയുടെ ലൈനായി മാറുന്നു. യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ ഈ ലൈൻ അംഗീകരിക്കില്ലായിരുന്നു. ഇന്ന് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന നിങ്ങൾ കേരളത്തിൽ BJPയുമായി കൈകോർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ റിഹേഴ്സലാണ് ഡൽഹിയിൽ നടന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ റിഹേഴ്സൽ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. BJPയുമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ ധാരണയുണ്ടാക്കി തുടർഭരണമുണ്ടാക്കിയ നിങ്ങൾ ആ സാഹചര്യം ഇനിയും ഉണ്ടാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. സർ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പറയണം, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ അക്രമങ്ങളും കൊലപാതകങ്ങളും നടന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? KT ജലീൽ പറഞ്ഞു വർഗീയ കലാപം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാലത്ത് വർഗീയ കലാപം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാലത്തും ഇവിടെ പാളയം പള്ളി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാലത്തും ഇവിടെ തൊട്ടപ്പുറത്ത് ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാലത്തും അപ്പുറത്ത് പള്ളി ഉണ്ടായിരുന്നു. അത് കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാകാതിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മതേതര ബോധം കൊണ്ടാണ്, കേരളത്തിലെ ജനങ്ങളുടെ മതേതര വിശ്വാസം കൊണ്ടാണ്, കേരളത്തിലെ ജനങ്ങളുടെ മതനിരപേക്ഷത കൊണ്ടാണ്. അത് വളർത്തിയെടുത്തത് UDFും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സർ, CPO നിയമനം ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ച കാര്യമാണ്. CPOമാരുടെ നിയമനത്തിൽ പകുതി പോലും നടത്തുന്നില്ല. റാങ്ക് ലിസ്റ്റിൽ വന്ന് ചെറുപ്പക്കാർ കാത്തു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വനിതാ കോൺസ്റ്റബിൾമാർ റാങ്ക് ലിസ്റ്റിൽ കാത്തു കിടക്കുന്നു. അവരുടെ കാര്യത്തിൽ ഒരു നല്ല സമീപനം അങ്ങ് സ്വീകരിക്കണ്ടേ? വനിതാ SIമാരുടെ കാര്യത്തിലുണ്ട്. റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് 1 വർഷം മാത്രം റാങ്ക് ലിസ്റ്റ് നിൽക്കുന്ന സാഹചര്യത്തിൽ അവരിൽ കുറെ ആളുകളെങ്കിലും നിയമിക്കാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർ, കേരളം കണ്ട ഏറ്റവും ദുർബലമായ ആഭ്യന്തര വകുപ്പിന്റെ ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ ശക്തമായി എതിർക്കുന്നു. സർ.